إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله, മുഅ്മിനീങ്ങളെ, ദീനുൽ ഇസ്ലാമിലെ പണ്ഡിതന്മാർക്ക് വളരെ ബഹുമാനവും ആദരവും സ്ഥാനമാനങ്ങളുമുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്തും അവിടുത്തെ അനുചരന്മാർ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും സമുദായത്തിന് അതിലേക്ക് ക്ഷണിക്കുകയും അവർക്കത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഉലമാക്കൾ, അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ ദീനുൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. അങ്ങനത്തെ ഉലമാക്കൾ സമൂഹത്തിന്റെ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് അവരുണ്ടാവുകയും നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം ചെയ്തു. എന്താണ് ആ അനുഗ്രഹം എന്ന് ഈ ആയത്തിൽ കൂടെ അല്ലാഹു പറയുന്നത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ, അവർക്ക് ഇടപെടാൻ, അവരുടെ കാര്യങ്ങളിൽ അവർക്ക് മാർഗദർശിയാകാൻ പറ്റുന്ന മനുഷ്യ സമൂഹത്തിൽപ്പെട്ടൊരു പ്രവാചകനയച്ചു എന്നുള്ളതാണ്. ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആ ദീനും ശറഉം ആദർശവും അവരിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകന്മാരുടെ കാലശേഷം സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാർ മഹത്തായ അള്ളാഹു സമൂഹത്തിന് ചെയ്യുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അവർക്ക് ദീനുൽ ഇസ്ലാമിൽ എന്തെന്നില്ലാത്ത ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇമ്രാനിൽ പറഞ്ഞ ആയത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. തൗഹീദ് എന്ന് പറയുന്ന ഈ ലോകത്തെ മുഴുവനും അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹുവിനോട് അവന്റെ സൃഷ്ടികൾക്കുള്ള ഏറ്റവും മഹത്തായ ഉത്തരവാദിത്തം, ബാധ്യതയായ തൗഹീദുല്ലാഹി, അതിന്റെ പേരിൽ അല്ലാഹു സാക്ഷിയാണ്. തുടർന്നുകൊണ്ട് സാക്ഷിയായിക്കൊണ്ട് സാക്ഷികളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആദരണീയരും ഉത്തമരുമായ അവന്റെ മലക്കുകളെയാണ്. രണ്ടാമതായിക്കൊണ്ട് അല്ലാഹുവിന്റെ കൂടെ അവൻ പറഞ്ഞത്, നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പണ്ഡിതന്മാരെയാണ്. വ ഉലുൽ ഇൽം, അറിവുള്ള ആളുകൾ. അതിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാനത്ത് പ്രവാചകന്മാരും ആ പ്രവാചകന്മാരിൽ ദീന് കൃത്യമായി ഏറ്റെടുത്ത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പോകുന്ന സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉലമാക്കൾ. ഇത്ര വലിയ ബഹുമാനം ഏതാണ് പിന്നെ? ഇത്ര വലിയ ആദർശത്തിന് അള്ളാഹുവിന്റെ കൂടെ സാക്ഷി നിൽക്കുവാൻ അതിനുള്ള അർഹത, യോഗ്യത നേടിയ ഈ മനുഷ്യരിലേറെ ഉത്തമരായ വ്യക്തികൾ ആരാണ് ഈ ലോകത്തുള്ളത്? അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ നേരായ ചൊവ്വായ നിലക്ക് അവന്റെ അവകാശങ്ങളും ഹക്കുകളും അവന്റെ വിശേഷണങ്ങളും നാമങ്ങളും അടിമകളായ നമുക്ക് അവനോടുള്ള കടമകളും ബാധ്യതകളും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ നിന്ന് പണ്ഡിതന്മാർ മാത്രമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം ഒരാൾക്ക് അറിയുന്നു,
എത്രത്തോളം പരിശുദ്ധ ഖുർആനിൽ അവന് പാണ്ഡിത്യമുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എത്രത്തോളം അവന് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. അതനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ തഖ്വയും അവന്റെ ഖശിയത്തും അവന്റെ താഴ്മയും അവന്റെ ഖുശൂഉം അല്ലാഹുവിനോടുള്ള അവന്റെ സ്നേഹവും അല്ലാഹുവിനോടുള്ള അവന്റെ ആദരവും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത പറഞ്ഞ ഒരു ഹദീസ്, അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ വെച്ച് ഖുതുബ പറയുകയായിരുന്നു. ഇമാം ഹുമൈദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ പ്രമുഖൻ പറയുകയാണ്, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഞാൻ ഒരിക്കൽ കേട്ടു, അദ്ദേഹം മിമ്പറിൽ ഖുതുബ പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. മുആവിയ പറയാണ് റളിയല്ലാഹു അൻഹു വഅൻ അബീ വഅൻ സായിരി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഒരിക്കൽ കേട്ടു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലാഹു നന്മ കണക്കാക്കി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനിൽ അവന് പാണ്ഡിത്യം കൊടുക്കും. എത്രത്തോളം ദീന് പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം കിതാബും സുന്നത്തിനെ കുറിച്ച് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്, അതിൽ പാണ്ഡിത്യമുണ്ട്. അതനുസരിച്ചായിരിക്കും ആ മനുഷ്യന്റെ നന്മ, അതനുസരിച്ചായിരിക്കും അവന്റെ പദവികൾ, അവന്റെ സ്ഥാനങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവുമുള്ള വ്യക്തി അങ്ങനത്തെ അറിവുള്ള യഥാർത്ഥ പണ്ഡിതന്മാരായിരിക്കും. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ ഉലമാക്കള് ഈ ലോകത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത്, നമുക്ക് അവരോട് ഇടപെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ അവരുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിഅമത്താണ്. എന്നാൽ അവർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടം വരുന്ന സമയത്ത് ഇൽമിനെ ഉയർത്തപ്പെടും, അറിവിനെ, കിതാബ് സുന്നത്തിനെ കുറിച്ചുള്ള ആ അറിവിനെ ഉയർത്തപ്പെടും. എങ്ങനെയാണ് അത് ഉയർത്തപ്പെടുന്നത്? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് അവർ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിച്ചൂരി കൊണ്ടുപോവുകയല്ല. എങ്ങനെയാണ് ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖാല സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇൽമിനെ വലിച്ചൂരി കൊണ്ടുപോവുകയല്ല, അങ്ങനെയല്ല അതിനെ ഉയർത്തുന്നത്. നേരെ മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടാണ് ഇൽമ ഈ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുക. അങ്ങനെ ഹത്താ ഇദാ ലം യബ്ഖി ആലിമൻ, അങ്ങനെ പണ്ഡിതന്മാരില്ലാത്ത സമൂഹം, അങ്ങനത്തെ ലോകം, രാജ്യങ്ങൾ, നാടുകളായി കഴിഞ്ഞാൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ആളുകൾ വിഡ്ഢികളെ നേതാക്കാറ്റി വെക്കും. ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ആലിമുമാരും അല്ലാമമാരും ദാഇകളും മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി മാറും. ആളുകൾ അവരെ അവലംബിക്കും. എന്താണ് അതിന്റെ പരിണിതി എന്തായിരിക്കും? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഫളല്ലു റൂസൻ ജുഹാലൻ ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅളല്ലു. ദീനിന്റെ കാര്യങ്ങൾ അറിയാതെ അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവുകയില്ല. ആളുകൾ അവരോട് ചോദിക്കും, വിവരമില്ലാതെ അവർ ഫത്വ നൽകും. അങ്ങനെ അവർ വഴിപയക്കും, സമൂഹത്തിന് അവർ വഴികേടിലാക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ പ്രവചനം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് വളരെ കൃത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, സമൂഹങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരു ഹദീസിൽ മിർദാസ് ഇബ്നുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന അതിൽ പങ്കെടുത്ത മഹാനായ ആ സഹാബി, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹബു സ്വാലിഹൂൻ അൽ അവ്വൽ ഫൽ അവ്വൽ, ഉത്തമരായ സജ്ജനങ്ങളായ ആളുകൾ പോയിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ പിന്നീട് അവരുടെ ശേഷമുള്ള തലമുറ, അങ്ങനെ ആദ്യത്തെ നല്ല നല്ല ആളുകൾ പോയി കഴിഞ്ഞാൽ വയബ്ഖാ ഹുസാലത്തുൻ കഹുസാലത്തി ശഈരി അവി തംർ, മറ്റു ചില റിവായത്തുകളിൽ ഹുസാലത്തുൻ കഹുസാലത്തി ശഈരി അവി തംർ, അങ്ങനെ സമൂഹത്തിൽ കാരക്കയുടെയും അതേപോലെ തന്നെ ഗോതമ്പത്തിന്റെയും ചപ്പു ചവറ് ചണ്ടികളെ പോലത്തെ സമൂഹങ്ങൾ, ആളുകൾ, വ്യക്തികൾ സമൂഹത്തിൽ ബാക്കിയാകും. ലാ യുബാലി ബിഹിമുല്ലാഹു ബാല, അല്ലാഹു അവരെ വില വെക്കുകയില്ല. അവരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ തേട്ടങ്ങൾക്ക്,
അവരുടെ കണ്ണീരുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പരിഗണനയുമില്ലാത്ത നിലക്കുള്ള ചപ്പ് ചവർ ചണ്ടികളായി തീരും ആളുകൾ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാതെ അള്ളാഹുവിന്റെ അധ്യാപനങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഇങ്ങനത്തെ വിഭാഗം ആളുകളാകും സമൂഹത്തിൽ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഈ മുഖവുര എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതുപോലെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ, കഴിഞ്ഞ ഈ വ്യാഴാഴ്ച അതിന്റെ വൈകുന്നേരത്തിൽ ലോകപ്രശസ്തരായ സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള മഹാനായ ഒരു പണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ ആ പണ്ഡിതൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ബഹുഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. അതല്ലെങ്കിൽ കേട്ട ആളുകൾ ചിലപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് വികലമായി ചില കാര്യങ്ങൾ കേട്ടിരിക്കും. മഹാനായ റബീഉ ഇബ്നു ഹാദി അൽ ഉമൈർ അൽ മദ്ഖലി റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷം മസ്ജിദ് നബവിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയും ബഖീഉൽ ഗർഖദി എന്ന് പറയുന്ന മദീന പള്ളിയുടെ സമീപത്തുള്ള ആ മഖബറയിൽ ആദരണീയരായ സഹാബികളുടെ കൂടെ ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആദരണീയരായ ഖുലഫാഉർ റാഷിദുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഖബറയിൽ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയി മറമാടപ്പെടുകയും ചെയ്തു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആദരണീയരായ പണ്ഡിതന്മാർ, അങ്ങനത്തെവരെ കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം. അവരിൽ നിന്ന് ദീനിന്റെ കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അത് മാത്രമാണ് ഈ ലോകത്ത് വിജയിക്കാൻ, പരലോകത്ത് വിജയിക്കാൻ. പല ജാതി ഫിത്നകളും ആശയക്കുഴപ്പങ്ങളും പല ജാതി അഭിപ്രായങ്ങളും ലോകത്ത് വരുന്ന സമയത്ത് യഥാർത്ഥ ഒരു പണ്ഡിതന് മാത്രം, ആ പണ്ഡിതന്മാരുടെ കൂടെ ദീൻ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകുന്ന ആളുകൾക്ക് മാത്രമല്ലാതെ പരീക്ഷണങ്ങൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, അതിന് കഴിയുകയില്ല. മഹാനായ ഈ പണ്ഡിതൻ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന ജീസാൻ എന്ന് പറയുന്ന ആ പ്രവിശ്യയിലുള്ള ജറാദിയ എന്ന് പറയുന്ന ഗ്രാമത്തില് മദാഖില എന്ന് പറയുന്ന ഗോത്രത്തില് ഹിജ്റ വർഷം 1351-52 അഥവാ ഇംഗ്ലീഷ് വർഷം 1933 ആ വർഷത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ ജീസാനിലുള്ള സ്വാമിത്ത എന്ന് പറയുന്ന മഅഹദിൽ ഇൽമു പഠിക്കാനുള്ള ആ സ്ഥാപനത്തിൽ പോയി അദ്ദേഹം ദീന് പഠിക്കുകയാണ്. അതിന്റെ ശേഷം അദ്ദേഹം പിന്നീട് റിയാദിൽ പോയി കുല്ലിയ ശരിയ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന ആ കുല്ലിയയിൽ പോയി അദ്ദേഹം ദീന് പഠിച്ചു 1.5 മാസം 2 മാസത്തോളം. അതിന്റെ ശേഷം മദീനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ജാമിഅത്തുൽ ഇസ്ലാമിയയിൽ പോയി അദ്ദേഹം ഹദീസും ശർഈയായ അധ്യാപനങ്ങളും കാര്യങ്ങളും പഠനം നടത്തി. അതിന്റെ ശേഷം അദ്ദേഹം ജിദ്ദയിലുണ്ടായിരുന്ന ജാമിഅത്തുൽ മലിക് അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ആ രാജാവിന്റെ നാമത്തിലുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹത്തിന്റെ ഉപരിപഠനവും ഡോക്ടറേറ്റ് പോലത്തെ ഉയർന്ന അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസങ്ങൾ നേടിയതിന്റെ ശേഷം മദീന യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അദ്ദേഹം പോയി അധ്യാപനം നടത്തി. അവിടെ ഹദീസ് വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. പുതുമായി എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള കാശി എന്നൊക്കെ ഇപ്പൊ ഇവർ പേര് നാമകരണം നൽകിയ ബനാറസ് എന്ന് പറയുന്ന അവിടെ ജാമിഅ സലഫിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, വലിയ ഒരു സ്ഥാപനം. അവിടെ വന്ന് അദ്ദേഹം അധ്യാപനം നടത്തിയിരുന്നു. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ എന്ന് പറയുന്ന ആ പണ്ഡിതനെ സലഫികൾക്ക് സുപരിചിതമായിരിക്കും. അദ്ദേഹത്തിന് ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള പണ്ഡിതനായിരുന്നു. പക്ഷേ കേരളക്കാരായ ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും ആ പേരിനെ കുറിച്ച് പരിചയമുണ്ടാവുകയില്ല. ഇനി ഏതെങ്കിലും നിലയ്ക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്കും വികലമായി കൊണ്ടായിരിക്കും ആ പണ്ഡിതനെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെട്ടിരിക്കുക. സങ്കടകരമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീനിന്റെ പണ്ഡിതന്മാർ കൃത്യമായി അതിന്റെ വക്താക്കൾ ആരാണെന്ന് അന്വേഷിക്കുകയും ആ ഉലമാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ദീനിലും ദുനിയാവിലും നമ്മുടെ മുന്നിൽ നടത്തിക്കൊണ്ട് ജീവിച്ചാലേ ഈ ലോകത്ത് നമുക്ക് വിജയിക്കാൻ, പരലോകത്ത് നമുക്ക് വിജയിച്ചു മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അത് നാം വളരെ ജാഗ്രതയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ ആ കാര്യം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ആ വഴിക്ക് നാം തിരിച്ചുവിടുകയും വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഹാദൽ ഖൗല വ അസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, റബീഉ ബിൻ ഹാദി റഹിമഹുല്ലാ അദ്ദേഹത്തിനെ കുറിച്ച് പല ആളുകളും വികലമായി പലതും പ്രചരിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ കിബാറുകളായ ഉത്തമരായ ഉന്നതരായ ചില പണ്ഡിതന്മാർ മഹാനായ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അല്ലാമ അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദിനെ കുറിച്ച് പറയുന്ന ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ രണ്ടഭിപ്രായമില്ലാത്ത അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, റബീഉ മിൻ ഖിയറത്തി അഹ്ലി സുന്ന. റബീഉ ബിൻ ഹാദി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ഏറ്റവും ഉത്തമരായ വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. വമഅറൂഫുൻ അന്നഹു മിൻ അഹ്ലി സുന്ന. അദ്ദേഹം അഹ്ലു സുന്നയിൽപ്പെട്ട ആളാണ് എന്നുള്ള കാര്യം പ്രസിദ്ധമാണ്, അതറിയപ്പെട്ടതാണ്, അത് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. കിതാബാതുഹു വമഖാലാതുഹു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം, അദ്ദേഹത്തിന്റെ വോയിസുകളും സംസാരങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. അദ്ദേഹം അങ്ങനെ അറിയപ്പെട്ട ആളാണ്. മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഹാമില റായത്തിൽ ജർഹി വത്തഅദീൽ اليوم في العصر الحاضر وبحق هو اخونا الدكتور ربيع بن هادي റഹിമഹുല്ലാ. ജർഹ് തഅദീൽ എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. ഇന്ന വ്യക്തി നല്ലവനാണ്, സ്വീകരിക്കാൻ കൊള്ളുന്നവനാണ്. ഇന്ന ആൾക്കൂട്ടം നല്ലവരാണ്, അവരെ കൂടെ കൂടാൻ പറ്റുന്നതാണ്. ഇന്ന വ്യക്തി കൊള്ളാൻ പറ്റാത്തവനാണ്, അവനെ തള്ളേണ്ടവനാണ്. ഇന്ന ആൾക്കൂട്ടങ്ങളുടെ കൂടെ കൂടാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന ജർഹ് തഅദീൽ എന്ന് പറയുന്ന ആ മേഖല, ആ വിജ്ഞാനശേഖരം, അതിന്റെ കൊടിവാഹകനായി ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത് നമ്മുടെ സഹോദരനായ റബീഉ ബിൻ ഹാദി അൽ മദ്ഖലിയാൻ. വല്ലദീന യറുദ്ദൂന അലൈഹി ലാ യറുദ്ദൂന അലൈഹി ബിഇൽമിൻ അബദാ. നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹ് പറയുന്നു, അദ്ദേഹത്തെ തള്ളുന്ന ആളുകൾ, അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അത് ചെയ്യുന്നത്. ഒന്നിരിക്കൽ അവർക്ക് വിവരമില്ലാത്ത വിഡ്ഢികളാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതല്ല, അവർ അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന, സമൂഹത്തിനെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന ദുഷിച്ച ആളുകളാണ്. അള്ളാഹുവിനോട് നമുക്ക് തേടാനുള്ളത്, അള്ളാഹുവേ നീ അവരെ അർഹരാണ് എന്ന് നീ നന്നാക്കി കൊടുക്കണം. അവരതിന് നന്മക്ക് അർഹരല്ല എന്നുണ്ടെങ്കിൽ നീ അവരുടെ മുതുകൊടിക്കണമെന്നാണ് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളാണിത്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച ധാരാളം ഉലമാക്കൾ, ഷെയ്ഖ് മുഖ്ബിൽ, ഷെയ്ഖ് അഹ്മദ് നജ്മി, ഷെയ്ഖ് മുഹമ്മദ് അൽ മദ്ഖലി പോലത്തെ പ്രമുഖരായ പ്രശസ്തരായ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ അല്ലാമ സാലിഹുൽ ഫൗസാൻ, മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ പോലത്തെ പ്രമുഖരായ പണ്ഡിതന്മാർ മഹാനായ റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ അദ്ദേഹത്തിനെ കുറിച്ച് പ്രശംസിച്ച വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഉസ്മാൻ സാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻകാലത്തുള്ള ഇമാമിങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബലും മദ്ഹബിന്റെ മറ്റ് ഇമാമുകളും, ഇമാം ബുഖാരി, മുസ്ലിം, അതുപോലത്തെ അറിയപ്പെട്ട ഉലമാക്കളെ ഒരു വ്യക്തി അവരെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കി അവൻ നല്ലവനാണോ, അവൻ ചീത്തയാണോ, അവന്റെ മൻഹജും അവന്റെ വിശ്വാസവും ശരിയാണോ, അവന്റെ പിഴച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. എന്നതുപോലെ ഈ കാലഘട്ടത്തിൽ മഹാനായ അബ്ദുൽ അസീസ് ബിൻ ബാസ്, ഷെയ്ഖ് ബിൻ ഉസൈമീൻ, അല്ലാമ സാലിഹുൽ ഫൗസാൻ, നാസിറുദ്ദീൻ അൽബാനി, മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഇ, റബീഉ ബിൻ ഉമൈർ, റബീഉ ബിൻ മദ്ഖലി പോലത്തെ ഈ പണ്ഡിതന്മാരെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വിമർശിക്കുന്നുണ്ടെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന്റെ വഴി തെറ്റാണ്, അവൻ വഴികേടിലാണ് എന്ന് കൃത്യമായി അളന്നു നോക്കാൻ പറ്റുന്ന അളവുകോലുകളാണിവർ. നേരെ മറിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ പിന്നിൽ നിൽക്കുന്നവരുമാണെങ്കിൽ അവൻ സ്വീകരിക്കാൻ പറ്റുന്നവനാണ്, അവന്റെ വിശ്വാസം ശരിയാൻ, അവന്റെ മൻഹജ് ശരിയാൻ, അവന്റെ കൂടെ കൂടാൻ പറ്റും എന്ന് പറയുന്ന കൃത്യമായ അളവുകോലുകളാണിവർ. അതുകൊണ്ട് നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഈ പണ്ഡിതന്മാരെ കുറിച്ച് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ, അവർ പറയുന്ന ഏതെങ്കിലും മസ്അലകളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിലക്കും അവരെ വിമർശിക്കാനോ കുറച്ചു കാണാനോ കുറ്റപ്പെടുത്താനോ സലഫി സുന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യോജിച്ചതല്ല. അവന്റെ മൻഹജിനെ അത് ബാധിക്കും, അവന്റെ അഖീദയെ അത് ബാധിക്കും. മഹാനായ ഈ പണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സയ്യിദ് ഖുത്ബ് പോലത്തെ ഇഖ്വാനിന്റെ തലവന്മാരെ, അതേപോലെ തന്നെ മൗദൂദിയൻ ചിന്താഗതികളെ,
തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളെ ശക്തിയുക്തം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കൂടി വിമർശിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ വിമർശകരായി, അവരെ എതിർക്കുന്നവരായി എന്നുള്ളതാണ് സത്യം. അതിന് നമുക്ക് അവരോട് പറയാനുള്ളത്, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിലൊക്കെ പറഞ്ഞതുപോലത്തെ ഒരു വാക്കാണ്. മഹാനായ സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു, പ്രമുഖനായ സഹാബി, അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖവാരിജുകളോട് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു. അവരോട് സ്വീകരിക്കേണ്ടതുമായിരുന്നു. അതുകൊണ്ട് ഈ ഖവാരിജുകളായ ആളുകൾ സമുറത്ത് ഇബ്നു ജുൻദുബിന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം വിമർശിക്കലുണ്ടായിരുന്നു, കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. എന്നതുപോലെ ഈ പറയുന്ന വലാലത്തിന്റെ വഴികേടിന്റെ ആളുകളെ വിമർശിച്ചപ്പോൾ മഹാനായ ഈ പണ്ഡിതനെ കുറിച്ചും ഇതുപോലത്തെ ജാമി എന്ന് പറഞ്ഞുകൊണ്ട്, മദ്ഖരി എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റ് പല പേരുകളും പറഞ്ഞുകൊണ്ട് വിമർശിച്ചു എന്നുള്ളത് മാത്രമാണ്. എന്നല്ലാതെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രമുഖരായ തലയെടുപ്പുള്ള ഈ പണ്ഡിതന്മാർ മഹാനായ ആ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ധാരാളമുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ അദ്ദേഹം എഴുതി വെച്ചു പോയ ഗ്രന്ഥങ്ങളുണ്ട്, അത് നിങ്ങൾക്കത് പാരായണം ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബഹുമാനിച്ച് ആദരിച്ചതിനെ ബഹുമാനിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെട്ടതിനെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ആ പണ്ഡിതനെയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവികൾ നൽകിക്കൊണ്ട് ആദരിക്കുമാറാവട്ടെ. എല്ലാ മുവഹ്ഹിദീങ്ങളായ സ്ത്രീ പുരുഷന്മാരെയും നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ മഹാന്മാരായ പ്രവാചകന്മാരോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ അവിടുത്തെ അനുചരന്മാരോടുകൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ പറയുന്ന ഉലമാക്കൾ നമുക്ക് ബാക്കി വെച്ചു പോയ ആ വിജ്ഞാനം, അവർ വെട്ടിത്തെളിയിച്ചിരുന്ന ആ വഴി, അതിൽ കൃത്യമായി മുന്നേറാനും അതിൽ നിലനിൽക്കാനും ഈ ലോകത്തെ ആ ആദർശത്തിൽ അതിലായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് താഅത്ത് ചെയ്ത് മുന്നേറാനും അതിൽ നിലനിന്നുകൊണ്ട് മരണപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم اغفر لنا ولوالدينا ولأزواجنا ولمن أحبنا وأعاننا ولمن له حق علينا ولسائر المؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المجرمين الظالمين المفسدين المتكبرين. اللهم عليك بهم فإنهم لا يعجزونك. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.